നമുക്കൊരു കല്യാണം കൂടിയാലോ? എൻ്റെ അല്ല, കസിൻ്റെ ഒരു പാലക്കാട് മാരേജ്. അപ്പം പൊളിക്കല്ലേ? പിന്നില്ലത്. അപ്പോൾ സെറ്റ്. അതെ, നമ്മൾ ഈ ഇൻട്രോ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഒരു അടിപൊളി കല്യാണം കൂടാനാണ്. വേറെ ആരുടെയും അല്ല, നമ്മുടെ സ്വന്തം കസിൻ്റെ. അപ്പൊ എങ്ങനെ കലാപരിപാടി തുടങ്ങാമല്ലേ? അപ്പൊ നേരെ പെണ്ണിനെയും വിളിച്ചത് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പിടിക്കുകയാണ് 100-110. അതിനുശേഷം ഫോട്ടോഷൂട്ട്. കല്യാണം എന്ന് പറയുമ്പോൾ ഫോട്ടോഷൂട്ട് ഇല്ലാതെ എങ്ങനെ കല്യാണം? പക്ഷെ പാലക്കാടിലെ ചൂടിനെ അറിയില്ലല്ലോ ഇന്ന് നമ്മുടെ പെങ്ങളുടെ കല്യാണമാണെന്ന്. ഇന്ന് നിതിനാണ് കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരണേ. അപ്പൊ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് കണ്ടു. അപ്പോഴാണ് നമ്മുടെ അമ്മയുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞത്. നേരെ പോയി വെൽക്കം ഡ്രിങ്ക് കുടിക്കുക. നല്ല ചൂടല്ലേ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇങ്ങ് വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ ബന്ധുക്കാരും നാട്ടുകാരും എല്ലാവരും വന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരെ പോയിട്ട് ആപ്പാടെ അടുത്ത് ഹായ് എന്നൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും കല്യാണ ചെക്കൻ്റെ ഒരു മാസം എൻട്രി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പെങ്ങളെ സ്വന്തമാക്കാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം കല്യാണ ചെക്കൻ. അങ്ങനെ നമ്മുടെ സ്വന്തം ചെക്കനെ നമ്മൾ ആലിംഗനൊക്കെ ചെയ്ത് നേരെ നമ്മൾ സ്റ്റേജിലോട്ട് കയറ്റി ഇരുത്തി. നമ്മുടെ ഉസ്താദൊക്കെ ഫുൾ ഓണാണ് കേട്ടു. അതിൻ്റെ ഇടയിൽ കല്യാണ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കല്യാണമൊക്കെ നല്ല കിടലിനായിട്ട് നടന്നു കേട്ടോ. അല്ലെ, കല്യാണമൊക്കെ കഴിഞ്ഞ് ആലിംഗനം ചെയ്ത് നമ്മൾ ചെക്കൻ്റെ അടുത്ത് ഒരു ഹായ് ഒക്കെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഗ്രൂമിലുള്ള എൻട്രിക്ക് സമയമായത്. നമ്മൾ നേരെ വിട്ടു എൻട്രി എടുക്കുക. ഇതാണ് നമ്മുടെ ഗ്രൂമിന്റെ എൻട്രി. അങ്ങനെ ചെക്കൻ കൈയൊക്കെ കൊടുത്ത് നമ്മുടെ ഗ്രൂമിന് സ്റ്റേജിലോട്ടൊക്കെ കയറ്റി. കല്യാണപ്പെണ്ണിന്റെ ആ സന്തോഷം നോക്കിക്കേ, എന്താ സന്തോഷം. ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇവർ ഇനിയും 100 വർഷം ഇരിക്കട്ടെ എന്ന് നമ്മൾ ഈ അവസരത്തിൽ പറയും. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫ്രണ്ട്സിനെ കണ്ടുവരുമ്പോഴേക്കും ഇവിടെ പിന്നെയും ഗ്രൂപ്പ് ഫോട്ടോന്റെ സമയമാണ്. അപ്പോഴേക്കും നമുക്ക് വിശന്നു. നമ്മൾ നേരെ പോയി നമ്മൾ നല്ല റാവുത്തർ ബിരിയാണി കഴിക്കാൻ. എന്നിട്ട് നമ്മൾ കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് ഫുഡ് എങ്ങനെയാണെന്ന് ചെക്കനോട് ചോദിച്ചു. എത്ര സ്റ്റാർ കൊടുക്കാം? 3 out of 5 സ്റ്റാർ. ഫുഡിനോ? ഫുഡ് 5 out of 5. 5 out of 5 ആണ്. നാളെ ഞങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തരാം? നാളെ അവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഫുൾ വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും ഇവിടെ യാത്ര ഇല്ല. ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ. കരഞ്ഞില്ല. നല്ല സന്തോഷത്തോടു കൂടി തന്നെ ചെക്കൻ്റെ ഒപ്പം ഒറ്റപ്പാലത്തേക്ക് പോയി. അപ്പൊ നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മനോഹരമായ വീഡിയോയിലൂടെ കാണാം. ബൈ.